ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ കലമന്തീനാണ്. നമ്മളെ സ്വീറ്റ് ബുഷ് ഓറഞ്ച്, കലമൻഡ്രീൻ, മെൻഡ്രീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഓറഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു തോട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പുതിയ അതിഥികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നാട്ടാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം, അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബഞ്ചായിട്ടുള്ളത് ഇതൊക്കെ എക്സ്പയർ ആയതാണ്. എക്സ്പയർ മീൻസ് ഇതുവരെ ഷോക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ട് പൊട്ടിക്കാതെ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല മധുരമാണ്. കാരണം അത്യാവശ്യം ഞാൻ മുന്നേ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ടായ വലിയ തൈകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും അതിൻ്റെ ഭംഗി കാണാൻ ശരിക്കും ആരും ഒരു തല മുതൽ ഒരു തല വരെ തന്നെയാണ്. അപ്പം ഇന്നിപ്പോൾ കുറേ നിങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് കുറേ ഓറഞ്ചിൻ്റെ കുറച്ച് ഐറ്റംസുകളാണ്. ഓക്കെ, തുർക്കിൻ്റെ അഫന്തി എന്ന് പറയും. നമ്മുടെ ഗൾഫിലുള്ളവർക്ക് ദുബായിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അഫന്തി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെ നാട്ടിലെ ഓറഞ്ച്. പക്ഷെ ഇത് നമ്മളെ നാഗ്പൂർ അല്ല, നാഗ്പൂർ നെയ്യാണ്. ഭൂട്ടാന്റെ ഓറഞ്ചാണ്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. സൈസ് ഉണ്ടല്ലേ, बहुत मीठा है. नागपुर इतना मीठा नहीं आता है. नागपुर में खट्टा मीठा होता है. ये एकदम मीठा है. यही कैसे पड़ी रखा, ये कैसे तो पानी बेटा पानी तुम ওইটা পারো না, অল ইন্ডিয়ার নিশ্চয়ই এটা পারো. এটা পাড়ি জায়গা ഓറഞ്ചിന്റെ വിവിധ ഇനങ്ങളാണ്. അതിൻ്റെ നമ്മളെ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന വലൻസിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഫുള്ള് ജ്യൂസാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കേ. അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? അവരെ കത്തിയൊക്കെ അലാക്കിന്റെ കത്തിയാണ്. വലൻസിയയിൽ എല്ലാവർക്കും അറിയാലോ, കുരുണ്ടാവും, അതിന്റെ സീഡ് ഉണ്ടാവും വലൻസിയയില്. ഭയങ്കര ജ്യൂസാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. വലൻസിയന്റെ പ്രത്യേകത ഫുള്ള് ജ്യൂസാണ്. നേവല് നമ്മൾ മുറിച്ച് കഴിക്കുന്നതാണ്. സാധാരണ നമ്മളിപ്പോൾ ഇന്ത്യൻ മുസംബിയൊക്കെ നമ്മൾ മുറിച്ച് കഴിക്കുന്ന സാധനമാണ്. ഇത് ഫുള്ള് ഫുൾ ജ്യൂസിയാണ്, ഒന്നുമില്ല ഇതിൽ. നിങ്ങൾ കൊതിപ്പിക്കല്ല കേട്ടോ മക്കളെ, കൊതിക്കണ്ട. കഴിഞ്ഞിക്കണ് നമ്മുടെ ആഫ്രിക്കൻ്റെ നേവലാണ്. നേവൽ എന്ന് പറഞ്ഞാൽ കണ്ടില്ല, പുക്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. നേവല് സാധാരണ നേവലിൽ കുരുണ്ടാവില്ല. ഇതിൽ 1-2 സീഡ് ഉണ്ട്. മധുരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഹൈ ബ്രിക്സ് ആണ്. 30 ബ്രിക്സിൻ്റെ മുകളിലുണ്ടാവും. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോണ സാധനങ്ങൾ. कैसा मीठा है? जूसी भी है और मीठा भी है. बहुत मीठा भी है. मीठा नहीं है, बहुत मीठा है. बहुत मीठा है. നമ്മളെ മെൻഡ്രീൻ കേട്ടോ. ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളെ മെൻഡ്രീനാണ്.
ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മെൻഡ്രീന്, കലമൻഡീന, സ്വീറ്റ് ബുഷ് ഓറഞ്ച് മൂന്ന് ഐറ്റാണ്. അപ്പോൾ കാഴ്ചയിൽ എല്ലാവർക്കും ഒരേ സാധനം മെൻഡ്രീൻ എന്നാണ് പറയുക. അപ്പം നമ്മൾ ഓരോ സംഗതികളുടെ അടുത്തെത്തുമ്പോഴാണ് നമുക്കത് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇത് ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള മധുരം, പുളിയും മധുരം കൂടെ ചേർന്നൊരു സാധനമാണ്. കഴിക്കാൻ കുഴപ്പമില്ല. ഇതാണ് മെൻഡ്രീന്. ഇതാണ് നമ്മളെ വീട്ടിൽ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന അന്ന് കാണിച്ചിരുന്ന ചെടികൾ. അപ്പോൾ ചിലർ തിന്നിട്ട് ചെറിയ പുളി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ അതിൽ പെട്ട സാധനങ്ങളാണ്. നമ്മളെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് മെൻഡ്രീനാണ്. പൊളിക്കാനും വളരെ സുഖാട്ടാ. പെട്ടെന്ന് കയ്യുന്നേ. അത് നിങ്ങൾ തന്നെ ഒന്ന് റിവ്യൂ പറഞ്ഞിട്ട്, നിങ്ങളല്ല ഇവിടുത്തെ താപ്പാമാര്. ഡ്രൈ ആയിക്കണ്, പൊട്ടിക്കാതെ വെച്ചിട്ടേ. പക്ഷെ ഡ്രൈ ആയി, വെള്ളം പറ്റിയിട്ടുണ്ടല്ലേ. പൊട്ടിക്കേണ്ട ടൈം കഴിഞ്ഞിട്ട്. മഞ്ഞ കളറാകുന്നുണ്ടോ? ആ, നല്ല മഞ്ഞ കളറാണ്. ഇത് പക്ഷേ എന്താ പറയുക, അതിന്റെ ഉള്ളിലായിരുന്നു വെയിലിട്ടാ. അതൊക്കെ ഇപ്പൊ മണ്ണിട്ടിട്ട് ലെവലാക്കിയതാ. കണ്ട പുതിയ മണ്ണിട്ടാ. ആ, അത് കഴിച്ചു നോക്കാണ്. അത് ഡ്രൈ ആയിക്കണേ, ആ വെള്ളം വറ്റിയതാണ്. കാരണം അതിന്റെ ടൈം കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഓറഞ്ചിന്റെ ഒരു പ്രത്യേകതയാണ്, അത് വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മധുരം ഇറങ്ങിപ്പോവും. ചെറിയ മെൻഡ്രീന് കാഴ്ചക്കുന്ന കണ്ടില്ലേ, അതാണ് മെൻഡ്രീന് കേട്ടോ. ഇപ്പൊ മെൻഡ്രീന് വേറെ, ഇത് മെൻഡ്രീന്, ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച്, വലുത് ഭൂട്ടാൻ ഓറഞ്ച്. അപ്പം 3 തരം ഓറഞ്ചുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമല എന്ന് പറയും. ചൈനീസ് കമല, ചൈനീസ് ഓറഞ്ച്, പല പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് പറയും. മറ്റേതാണ് മെൻഡ്രീൻ എന്ന് പറയും. മറ്റേത് ഭൂട്ടാൻ ഓറഞ്ച് ആകുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടാവും. ഇതാണ് ബാരി വൺ മാൾട്ട. നമ്മളെ ബംഗ്ലാദേശിൽ അല്ലെ കൽക്കട്ടയിൽ നിന്ന് നമ്മളെ നാട്ടിൽ വരുന്ന ഏറ്റവും കൂടുതൽ തൈകൾ ഇതാണ്. അതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള. ബാരി വൺ എന്ന് പറഞ്ഞ മാൾട്ട നമ്മളെ നഴ്സറികളിലൊക്കെ ഇപ്പോൾ ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞിട്ടൊക്കെ വെക്കുന്നൊരു സാധനമാണ് ഇത്. നീരുണ്ട്. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ 4ാം സ്ഥാനമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യൻ മുസംബി അതിൻ്റെ അടുത്തേക്കൊന്നും എത്തൂലെങ്കിലും കുഴപ്പമില്ല, ഒരു ആവറേജ്. അതാണ് ബാരി 11, ബാരി 1. ഇതിവിടെ കൽക്കട്ടയിൽ കാണുന്ന ഫേമസ് ആയിട്ട് ആദ്യം ഉണ്ടായിരുന്ന സാധനം. മറ്റൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വിദേശികൾ വന്നതാണ്. ആദ്യ കാലത്ത് ഉണ്ടാകുന്ന ഒരു മുസംബിയാണ് ബാരി 1 എന്ന് പറഞ്ഞ സാധനം. വലിയ മധുരമില്ല, വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ മധുരത്തിൻ്റെ കാര്യത്തിൽ ആഫ്രിക്കനോടും ഇന്ത്യൻ മുസംബിനോടും അടിക്കാൻ ഒരു രക്ഷയില്ല. അതൊന്നും അതിൻ്റെ അടുത്തേക്ക് പോവില്ല. ഇനി നമ്മളെ വിയറ്റ്നാം മുസംബിയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പഴുത്തിട്ടില്ല. ഇത് ഓറഞ്ച് ഒരാളെ വയറ് പറയും.
നീര് പോണുണ്ട്. എന്താ അതിൻ്റെ നീര്? രക്ഷയില്ല. ഇതിൻ്റെ കഞ്ച് കണ്ടില്ലേ? ഇതാണ് വിയറ്റ്നാം. ഇതൊക്കെ ഒരു തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിച്ച് കെട്ടിയതാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട്. വലിപ്പം വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ കാണിച്ചതാണ്. ആണ് സ്റ്റാർ ഫ്രൂട്ട്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. അതിനകത്ത് നമ്മൾ സാധാരണ കുറേ കൊടുത്തിട്ട് പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് പൊന്തി വരുന്നത് പലർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും പെട്ടിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കണം തൈ വാങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് പൊന്തി വരുന്നുണ്ടോ എന്നുള്ളത്. ഭയങ്കര മധുരമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് റെഡ് ലെമൺ ആണ്. പിന്നെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഭംഗിയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇവരെ പൊട്ടിക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, കാണാനുള്ള ഭംഗിക്കാണ്. ലെമണിൻ്റെ പർപ്പസിനല്ല, ഗാർഡനിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ. സോ എൻ്റെ ഗാർഡനിൽ നമ്മളെ നാട്ടിലുള്ളത് ഞാൻ കാണിച്ചിരുന്നു. അത് ചെറിയ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കായ്പിച്ച് നിർത്താനുള്ള ഒരു ഭംഗി ഭയങ്കര ഭംഗിയാണ്. എന്താ രസമല്ല ഇങ്ങനെ ചട്ടിയിൽ, ചെറിയ മൺചട്ടിയിലാണ് ഇവരിത് വെച്ചിട്ടുള്ളത്. സാധാ ലെമണിൻ്റെ പർപ്പസ് തന്നെ, മധുരമൊന്നുമില്ല, നല്ല പുളിയാണ്. പാക്ക് ചെയ്തിട്ട് വെച്ചതാണ്, കണ്ടല്ലേ? ഒക്കെ കയറായിട്ട് കെട്ടി അതിൻ്റെ പണിക്കാരതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് നമ്മളത് കവർ ചെയ്യുന്നത്. കയറായിട്ട് കെട്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് പേപ്പറായിട്ട് ചുറ്റുകയാണ്. ഇത്രയും കെയറാക്കിയിട്ടാണ് ഇന്നൊക്കെ ഇത് കൊണ്ടുവരുന്നത്. പാക്കിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കയറായിട്ട് കെട്ടിയതാണ്. ഫുള്ള് മൊത്തം ഇങ്ങനെ ബുഷായിട്ട് വരുന്ന ചെടിയാണ്. അത് കയറായിട്ട് കെട്ടിയിട്ട് അത് ചുരുക്കി കൊണ്ടുവരാണല്ലോ. ഇത് ഇന്ത്യൻ മുസമ്പിൻ്റെ കുറച്ച് വലിയ തൈകളാണ്. ഡ്രമ്മിൽ അവിടുത്തെ അവരെ ഡ്രമ്മിൽ നമ്മൾ ഓറഞ്ചുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ബുഷ് ഓറഞ്ചും കലമന്തീനും ഒക്കെ. ഇത് നമ്മളെ ടോമി ആറ്റ്കിൻ എന്ന് പറഞ്ഞ മാവാണ്. കുറച്ച് വലിയ തൈ കിട്ടിയപ്പോൾ, ചട്ടിയിലുള്ളത് കിട്ടിയപ്പോൾ അത് എടുത്തതാണ്. അപ്പം നമുക്ക് എത്രയും വലിയ പ്ലാന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഒക്കെ സാധനങ്ങളൊക്കെ റെഡിയായി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലോഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. അത്രയും സേഫായിട്ടാണ് നമ്മളത് കയറൊക്കെ കെട്ടി കവറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു 3-4 ദിവസത്തെ പണിയാണ്. അതൊക്കെ മെനക്കെടാണ്. ഇത്രയും വലിയ തൈയൊന്നും എനിക്കറിയില്ല ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, കിട്ടാനില്ല. അതാണ് വലിയ പ്രശ്നം. ഒക്കെ ചെറിയ തൈകളാണല്ലോ. ബനാന സപ്പോർട്ടൻ്റെ വലിയ വലിയ തൈകളാണ് ഈ കാണുന്നത്. ബനാന സപ്പോർട്ടൻ്റെ ജംബോ തൈകളാണ്. എല്ലാം ഫ്രൂട്ടായ തൈകളാണ്, ചെറിയ തൈകളൊന്നുമില്ല. ഒക്കെ കൊണ്ടായിട്ട് വെക്കാം. ഈ 200-300 തൈകളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ 1000-ൻ്റെ 1000-ൻ്റെ മുകളിലുള്ള തൈകളാണ്. അപ്പോൾ ഇനി നമ്മുടെ ആരൊക്കെയും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ, ചെറിയ തൈകളൊന്നുമില്ല, ഒക്കെ വലിയ വലിയ തൈകളാണ്. ഇതൊക്കെ ആഫ്രിക്കൻ മുസമ്പിൻ്റെ മീഡിയം തൈകളാണ്. ഇന്ത്യൻ മുസമ്പിയുണ്ട്, ആഫ്രിക്കൻ തൈകളുണ്ട്. കവറിലുള്ളൊക്കെ ആഫ്രിക്കൻ്റെ തൈകളാണ്. അതൊക്കെ ഒരു ആവറേജ് റേറ്റിൻ്റെ തൈകളാണ്. വലിയ തൈകൾക്ക് നമ്മളെ നാട്ടിൻ്റെ അതേ വില തന്നെയാണ് അവിടെ. അത് ആക്കിയെടുക്കാനും അവരുടെ ടൈമിങ്ങും ചിലവും കാര്യങ്ങളൊക്കെയാണ്. മാക്സിമം ഇത് ഒരു ഓൾ സീസൺ മാവാണ്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു മാവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാങ്ങ കഴിച്ചിരുന്നു. അന്ന് തൈകളായിട്ടില്ലായിരുന്നു. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല.
ഇത് ഇന്ത്യൻ മുസമ്പിൻ്റെ പാക്കറ്റിലുള്ള തൈകളാണ്, നേരത്തെ ചട്ടിയിലുള്ള കാണിച്ചത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ലോഡിങ്ങിന് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ജസ്റ്റ് നിങ്ങളൊന്ന് മൊത്തം വരുന്ന തൈകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാണ് പ്രാവശ്യത്തെ താരം ഇന്ത്യൻ മുസമ്പിൻ്റെ ഫുള്ള് ഫ്രൂട്ടായി തുടങ്ങിയ തൈകൾ. നിറയെ ഓറഞ്ചാണ്, വലിയ വലിയ പ്ലാന്റുകളാണ്, ഒക്കെ ഡ്രമ്മിലാണ്. ഹെവി പ്ലാന്റുകൾ കുറച്ചേ ഉള്ളൂ, അത്യാവശ്യം നല്ല റേറ്റുള്ള തൈകളാണ്. ഓക്കെ, ഫുൾ പാക്കിങ്ങിലാണ്. ടോമി ആറ്റ്കിൻ മാംഗോ ആണ് പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട്. നമ്മൾ ലോഡിങ് തുടങ്ങുകയാണ്. দিলাম না আমি অফিস টানে তো এটা আমাদের নাম লিয়া এখন ഇത് ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നഴ്സറിയിൽ കൂടെ പോവാനുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെയ്യുക. അടുത്തൊരു സാധനം ഇവിടെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ കൂടെ ചെയ്തിട്ട് നമുക്കത് ബൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ചുവടേറ്റിട്ട് ഓരോന്ന് തൈകൾ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇത് കയറ്റി ഈ വണ്ടി 25 ടണ്ണിൻ്റെ വണ്ടി നിറക്കുന്നത്. അപ്പോൾ നമ്മളെ വലിയ പ്ലാന്റുകളൊക്കെ കയറ്റുകയാണ്. ഇതും കൂടെ കയറ്റിയിട്ട് വേണം നഴ്സറിയിൽ പോകാൻ. ആ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. ഇതാണ് ഡ്രമ്മിലുള്ള വലിയ ഇന്ത്യൻ മുസമ്പി. അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു 25 ടണ്ണിൻ്റെ ലോറിൻ്റെ ബോഡിനെ കാട്ടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ടൈമില്ല, ഫ്ലൈറ്റിൻ്റെ ടൈം ആയിക്കണം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് അവിടെയും കൂടെ പോയിട്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരു ഓറഞ്ചിൻ്റെ മദർ പ്ലാന്റുകളുള്ളൊരു ഗാർഡനിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് നമ്മളെ ബബിൾസ് ഓറഞ്ച്, കമ്പിളി നാരങ്ങ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാം അങ്ങനെ ഉണ്ട് എന്നിട്ടാ. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉള്ളൊന്ന് കാണണമെന്നുള്ളത്. ഇതാണ് എൻ്റെ ഉൾഭാഗം. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളെ റെഡ് ഫോമില തന്നെ ഉള്ളിൽ ചുവപ്പ് പുറവും ചുവപ്പ്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു ഉള്ളിൽ ചുവപ്പ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോ ഇപ്പോൾ നമുക്ക് തിന്നാൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ ചുവപ്പ്.
ബഹുത് മിഠാ ഹൈ. അത് ഒരു ചെറിയ പുളി മധുരത്തോട് കൂടിയിട്ടുള്ളൊരു സാധനമാണ്. വലിയ ഓവർ മധുരമൊന്നുമില്ല. ഞാൻ അവരെ മുന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ അവർക്ക് അതൊരു മോശം വരണ്ട വെച്ചിട്ട്. ചെറിയ പുളിയും ഒരു മധുരം. മിസ്റ്റി ദോട കട്ടാ മിഠ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.